നമസ്കാരം. കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സിനിമ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ചിലപ്പോൾ പറയാനുണ്ടാവൂ. അത് ദുരന്തർ എന്ന് പറയുന്ന രൺവീർ സിംഗിന്റെ ചിത്രം തന്നെയാണ്. വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഇതാ ചിത്രം ആഗോളതലത്തിൽ തന്നെ വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഏകദേശം 1000 കോടിയിലധികം ഈ ഒരു ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ വരാനിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മാർച്ച് സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് ദുരന്തറിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള ദുരന്തർ 2 റിലീസ് ചെയ്യും എന്നുള്ള ഒരു വാർത്ത കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പൊ ദുരന്തറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കഥകളും ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ദുരന്തർ പാകിസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നും അവിടെ പാകിസ്ഥാനിലെ ദുരന്തർ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സിനിമ കാണാൻ യാതൊരു സൗകര്യങ്ങളും പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാകിസ്ഥാനിൽ 16 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള CD കടകളിൽ നിന്ന് ദുരന്തർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കും എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ദുരന്തറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ ഇതാ ദുരന്തറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതായത് ദുരന്തറിലെ ഏതാനും ചില സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടായിരുന്ന അക്ഷയ് ഖന്നയും അതുപോലെ തന്നെ മറ്റ് അഭിനേതാക്കളും മുംബൈ ആക്രമണത്തിനെ കുറിച്ചുള്ള സീനാണ്. ആ ഒരു സീന് നടന്ന സമയത്ത് റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അക്ഷയ് ഖന്ന ഉൾപ്പെടെയുള്ള താരങ്ങൾ വിങ്ങി പൊട്ടിയെന്നും അവർ ആ ഷൂട്ട് കഴിഞ്ഞ ഉടനെ വല്ലാത്ത രീതിയിൽ അവർക്ക് സങ്കടം ഉണ്ടാവുകയും അവര് കരഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിട്ടുള്ള തമിഴ് നടൻ ആർ മാധവൻ ഇപ്പോ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. 2008 മുംബൈ ഭീകരാക്രമണം പുനരാവിഷ്കരിക്കുന്ന ഒരു രംഗം ചിത്രീകരിച്ച ശേഷം നടന്മാരായ അക്ഷയ് ഖന്നയും അർജുൻ രാംപാലും വിങ്ങിപ്പൊട്ടിയതായി സഹതാരം ആർ മാധവൻ വെളിപ്പെടുത്തി. ആദിത്യ സംവിധാനം ചെയ്ത് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ദുരന്തർ എന്ന ചിത്രത്തിലെ വൈകാരിക നിമിഷം സോണിയ ഷേണായുമായുള്ള ഒരു അഭിമുഖത്തിലാണ് മാധവൻ പങ്കുവച്ചത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ ഭീകരത പുനരാവിഷ്കരിക്കുന്ന ഒരു നിർണായക രംഗം ചിത്രീകരിച്ച ശേഷമാണ് ഇരു താരങ്ങളും വൈകാരികമായി തകർന്നതെന്ന് മാധവൻ പറഞ്ഞു. യഥാർത്ഥ ജീവിതത്തിൽ ഈ ഭീകരാക്രമണത്തിന്റെ ആഘാതം നേരിട്ട് അനുഭവിച്ചതായതിനാൽ അത്തരമൊരു രംഗം അഭിനയിക്കുന്നത് അവർക്ക് വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. തങ്ങൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ട നിമിഷമായിരുന്നു അതെന്നും ചിത്രീകരണ സ്ഥലത്തെ അന്തരീക്ഷം നിശബ്ദമായെന്നും മാധവൻ ഓർമ്മിച്ചു. ഈ സിനിമയുടെ സവിശേഷത എടുത്തു കാണിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. റഹ്മാൻ ഡാക്കറ്റ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അക്ഷയ് ഖന്നയും മേജർ ഇക്ബാൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അർജുൻ രാംപാലും അവരുടെ സംഘത്തോടൊപ്പം മുംബൈ ഭീകരാക്രമണം നിയന്ത്രിക്കുന്ന രംഗത്തെക്കുറിച്ചാണ് മാധവൻ വിവരിച്ചത്. സംവിധായകൻ ഷോട്ടിന് കട്ട് പറഞ്ഞതിനു ശേഷമാണ് ഇരു താരങ്ങളും മാനസികമായി തളർന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം യഥാർത്ഥ ബോധ്യത്തോടെ അവതരിപ്പിച്ച ഒരു സ്പൈ ത്രില്ലർ ചിത്രമാണ് ദുരന്തർ. കറാച്ചിയിലെ ക്രിമിനൽ ലോകത്തേക്ക് നുഴഞ്ഞു കയറി ഭീകര ശൃംഖലയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജന്റിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 2025 ഡിസംബർ 5 റിലീസ് ചെയ്ത ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് ദുരന്തർ 2 എന്ന ചിത്രം മാർച്ച് 19 റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആദ്യ ഭാഗം ഒരുക്കിയ ആദിത്യ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്.